നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ യുവേഫ നേഷൻസ് ലീഗും കഴിഞ്ഞു. ഇത്തവണത്തെ ബാലൻ ഡി ഓർ പുരസ്കാരം ആർക്കാണ് എന്നുള്ളതിൽ ഏതാണ്ടൊരു വ്യക്തത വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ട്, അതിലെ പെർഫോമൻസും പരിഗണിക്കും. ഏതായാലും സെപ്റ്റംബർ മാസത്തിലെ ബാലൻ ഡി ഓർ നേടുന്നത് ആരായിരിക്കും എന്നുള്ളത് അറിയുന്നത് വരെ ഫുട്ബോൾ പ്രേമികളുടെ കൂട്ടലും കിഴിക്കലും ഡിബേറ്റും ഒക്കെ തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ നേഷൻസ് ലീഗ് കഴിഞ്ഞ പാടെ goal.com ഒരു പവർ റാങ്കിങ് പുറത്തുവിടുന്നുണ്ട്. ഇത്തവണത്തെ ബാലൻ ഡി ഓർ പുരസ്കാരത്തിന് കൂടുതൽ സാധ്യത ആർക്കാണ് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് 20 പേരുടെ പവർ റാങ്കിങ്ങിൽ 20ാം സ്ഥാനത്ത് ഡെക്ലാൻ റൈസാണ്. ഡെക്ലാൻ റൈസിൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം മികച്ച പ്രകടനമാണ് ആഴ്സണലിന് വേണ്ടി ഈ സീസണിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന കണക്കുകൾ എല്ലാവരുടെയും കണക്കുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ദേശീയ ടീമിൻ്റെയും ക്ലബിൻ്റെയുമായിട്ടുള്ള കണക്കുകൾ ഒരുമിച്ചാണ് പറയുന്നത്. 2024-25 സീസണിൽ ഡെക്ലാൻ റൈസ് 11 ഗോളും 13 അസിസ്റ്റുമാണ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. എന്തായാലും ബാലൻ ഡി ഓറിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് വരുമ്പോൾ അദ്ദേഹം ആ ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം റയലിനെതിരെ പുറത്തെടുത്ത പ്രകടനം ആരും മറന്നിട്ടുണ്ടാവില്ല. കാത്തിരിക്കാം അദ്ദേഹം എത്രാം സ്ഥാനത്തൊക്കെ വരും എന്നതറിയാൻ വേണ്ടി. 19ാം സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ വരുന്നത് ബ്രാഡ്ലി ബാർക്കോളയാണ്. പാരീസ് സെൻറ്റ് ജർമ്മൻ്റെ താരം. PSG കിരീടത്തിലേക്ക് പോയി. അപ്പം ഈ സീസണിൽ 23 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 19 അസിസ്റ്റുകളുമുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫ് ഡെ ചാമ്പ്യൻസിൽ മുത്തമിട്ടു. ഇനിയും മുത്തമിടാൻ സാധ്യതയുണ്ട്. അതായത് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ടീം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് അദ്ദേഹം PSG ഈ സീസണിൽ വഹിച്ചിട്ടുണ്ട്. 18ാമത് ജൂഡ് ബെല്ലിംഗാമാണ്. റയൽ മാഡ്രിഡിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം. സീസണിൽ 15 ഗോളുകളും 17 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടിരുന്നു, ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ മുത്തമിട്ടിരുന്നു. അതിനപ്പുറത്തേക്ക് ഇത്തവണ റയൽ മാഡ്രിഡിന് പ്രത്യേകിച്ചൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് പോവുകയാണ് ടീം. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റോൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. അടുത്തത് 17ാം സ്ഥാനത്ത് വിനി ജൂനിയറാണ്. വിനി ജൂനിയറെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ബാലൻ ഡി ഓർ അദ്ദേഹത്തിന് ലഭിച്ചേക്കുമെന്ന് എല്ലാവരും കരുതിയതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഒടുവിൽ റോഡ്രിക്ക കൊടുത്തത്. അതിനെക്കുറിച്ച് രണ്ടഭിപ്രായമുണ്ട്. ഇപ്പോഴും അതങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷേ ഈ സീസണിലെ കാര്യത്തിലോ അദ്ദേഹം അന്ന് ആ ബാലൻ ഡി ഓർ കിട്ടാതിരുന്ന ഘട്ടത്തിൽ ഞാൻ 10x പെർഫോമൻസ് നടത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ 10x പെർഫോമൻസ് യഥാർത്ഥത്തിൽ വന്നോ? അദ്ദേഹത്തിൻ്റെ പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ അദ്ദേഹത്തെ വലച്ചൊരു സീസൺ കൂടിയായിരുന്നു ഇത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ 17ാം സ്ഥാനത്താണ് goal.comൻ്റെ ബാലൻ ഡി ഓർ പവർ റാങ്കിങ്ങിലുള്ളത്. 22 ഗോളുകളും 19 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയത്. മോശമാക്കിയിട്ടില്ല. അതേസമയം കിരീട നേട്ടങ്ങളിലേക്ക് റയൽ മാഡ്രിഡിന് പോകാൻ പറ്റാത്തത് അദ്ദേഹത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു, ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ മുത്തമിട്ടു. അത്രയാണ് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതൊക്കെ അറിയാമല്ലോ, ഒറ്റക്കളി ജയിച്ചാൽ കിട്ടുന്ന കപ്പുകളാണ്. 16ാം സ്ഥാനത്ത് വിക്ടർ ഗ്യോക്കെറസ് ആണ്. ഗ്യോക്കെറസ് സ്പോർട്ടിംഗ് CPക്ക് വേണ്ടി പൊളിച്ചടുക്കി. തീർച്ചയായിട്ടും സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം അവിടെ വിട്ടുപോകും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തം പെർഫോമൻസ് നോക്കിയാൽ ഈ കഴിഞ്ഞ സീസണിൽ 63 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. ടോപ്പ് 5 ലീഗിലല്ലാത്തത് കൊണ്ട് മാത്രമാണ് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് അദ്ദേഹത്തിന് കിട്ടാതെ പോയത്. ഗ്യോക്കെറസ് 63 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. ലിഗ പോർച്ചുഗലിൽ മുത്തമിട്ടു, ടാക്കാഡി പോർച്ചുഗലിലും മുത്തമിട്ടിട്ടുണ്ട്. അപ്പോൾ കിരീട നേട്ടങ്ങളുമുണ്ട് എന്നർത്ഥം. 15ാം സ്ഥാനത്ത് ജാവോ നെവസാണ്. പാരീസ് സെൻറ്റ് ജർമ്മൻ്റെ താരം. മികച്ച പ്രകടനം തന്നെ അവരുടെ ഇത്തവണത്തെ കുതിപ്പിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് താരം 5 ഗോളുകളും 9 അസിസ്റ്റുകളും സ്വന്തമാക്കി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെ ചാമ്പ്യൻസിൽ മുത്തമിട്ടു, ആൻഡ് യുവേഫ നേഷൻസ് ലീഗിലും മുത്തമിട്ടിട്ടുണ്ട്. കിരീടങ്ങൾ വാരിക്കൂട്ടുന്ന ടീമാണിപ്പോൾ അവർ. 14ാം സ്ഥാനത്ത് ജിയാൻലുക്കി ഡൊണ്ണാറുമ, പാരീസ് സെൻറ്റ് ജർമ്മൻ്റെ താരം. ഗോൾ കീപ്പർ ജിയാൻലുക്കി ഡൊണ്ണാറുമ അവരുടെ ഇത്തവണത്തെ കുതിപ്പിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. 13 ക്ലീൻ ഷീറ്റുകൾ. ഗോൾ കീപ്പർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റുകളാണ് നോക്കേണ്ടത്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെ ചാമ്പ്യൻസിൽ മുത്തമിട്ടു. സോ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. 13ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. ആളിപ്പോൾ
പോളണ്ടിൻ്റെ ദേശീയ ടീമിൽ നിന്ന് പിണങ്ങി പോന്നിട്ടൊക്കെയുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിലും മികച്ച പ്രകടനമാണ് ബാഴ്സയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. മൊത്തം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ കളികൾ വെച്ച് നോക്കുമ്പോൾ 44 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ലാലിഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. FC ബാഴ്സലോണയുടെ കഴിഞ്ഞ സീസണിലെ വിജയക്കുതിപ്പിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. 12ാം സ്ഥാനത്ത് ഹാരി കെയ്നാണ്, ബയൺ മ്യൂണിക്കിൻ്റെ താരം. ഒടുവിൽ കാത്തിരുന്ന് അദ്ദേഹം കിരീടം ചൂടിയ വർഷമാണിത്. ബൂണ്ടസ് ലീഗിൽ മുത്തമിട്ടു. മാത്രമല്ല പൊളിച്ചടുക്കിയ പെർഫോമൻസ് ആയിരുന്നു സീസണിൽ. 44 ഗോളുകളും 13 അസിസ്റ്റുകളും. 11ാം സ്ഥാനത്ത് പെഡ്രി, FC ബാഴ്സലോണയുടെ മധ്യനിരയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഗോളും അസിസ്റ്റും വെച്ച് അദ്ദേഹത്തിൻ്റെ മികവ് നമുക്ക് അളക്കാൻ പറ്റില്ല, എങ്കിലും പറയുകയാണ് 7 ഗോളുകളും 10 അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ലാലിഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. 10ാം സ്ഥാനത്ത് പാരീസ് സെൻ ജർമ്മൻ്റെ സൂപ്പർ താരം അഷ്റഫ് ഹക്കീമിയാണ്. എന്തൊരു പെർഫോമൻസാണ് അവൻ ഈ ചാമ്പ്യൻസ് ലീഗ് സീസണിലും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ളത്. കിടിലൻ പ്രകടനം. 11 ഗോളുകൾ, 15 അസിസ്റ്റുകൾ, 21 ക്ലീൻ ഷീറ്റുകൾ. ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റ് കൂടി നോക്കണം. 21 ക്ലീൻ ഷീറ്റുകൾ. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1 മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. കിടിലൻ പ്രകടനമാണ് ഹക്കീമി നടത്തിയത് എന്ന കാര്യത്തിൽ ഒരാളും തർക്കം പറയില്ല. ഒപ്പം തന്നെ അടുത്ത PSG താരം കിച്ച കടസ്കേലിയ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയതിനു ശേഷം എന്തൊരു പ്രകടനമാണ് PSG വേണ്ടി നടത്തിയത്. അതോടൊപ്പം തന്നെ സീരിയയിൽ അദ്ദേഹത്തിൻ്റെ ടീം നാപ്പോളി കപ്പടിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ കിരീടവുമുണ്ട്. സോ ഒറ്റ സീസണിൽ 2 ലീഗ് കിരീടങ്ങൾ. ലീഗ് 1 മുത്തമിട്ടു, സീരിയയിലെ വിന്നിംഗ് മെഡലും അദ്ദേഹത്തിനുണ്ട്. പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടതും അതുപോലെ ലീഗ് 1 മുത്തമിട്ടതും കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടതും ഒക്കെ ചേർക്കണം. അപ്പോൾ ഈ സീസണിൽ 14 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആകെയുള്ളത്. 8ാം സ്ഥാനത്ത് PSG നെയ്മർ ജൂനിയറോട് പലരും ഉപമിക്കുന്ന ഫ്രഞ്ച് നെയ്മർ എന്ന വിളിപ്പേരുള്ള യുവതാരം ഡിസയർ ഡൂ ആണ്. ഡിസയർ ഡൂ ഉവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലടക്കം മിന്നിക്കത്തി കളിച്ച് എല്ലാവരെയും ഞെട്ടിച്ചു. അവൻ 15 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അവൻ്റെ പേരിലുള്ളത്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1 മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും മുത്തമിട്ടു. 7ാം സ്ഥാനത്ത് പാരീസ് സെൻ ജർമ്മൻ്റെ സൂപ്പർ താരം ന്യൂനോ മെൻഡസ് ആണ്. എന്തൊരു കളിയാണ് യുവേഫ നേഷൻസ് ലീഗിലൊക്കെ നടത്തിയത് പയ്യൻ. ചാമ്പ്യൻസ് ലീഗിലും നടത്തി, യുവേഫ നേഷൻസ് ലീഗിലും നടത്തി. തൻ്റെ മികവ് അതിൻ്റെ പാരമ്യതയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനോ മെൻഡസിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂനോ മെൻഡസിന് 7ാം സ്ഥാനം കൊടുക്കുന്നു. 7 ഗോളുകളും 12 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റുകൾ നോക്കണം. 13 ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1 മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. ഒപ്പം കഴിഞ്ഞ ദിവസം യുവേഫ നേഷൻസ് ലീഗിലും മിന്നിക്കത്തി കളിച്ചുകൊണ്ട് മുത്തമിട്ടു. 6ാം സ്ഥാനത്ത് മറ്റൊരു പോർച്ചുഗീസ് താരമാണ്, PSG താരമാണ് വിറ്റീഞ്ഞ. PSG മധ്യനിരയിലെ ചാലകശക്തി അദ്ദേഹമായിരുന്നു. അത്രയും മികച്ച പ്രകടനം അവൻ നടത്തിയിട്ടുണ്ട്. 7 ഗോളുകളും 6 അസിസ്റ്റും. ആ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് വിറ്റീഞ്ഞയെ അളക്കാൻ നിൽക്കേണ്ടതില്ല എന്നർത്ഥം. എന്തായാലും ഈ പറഞ്ഞ കിരീടങ്ങളൊക്കെ അദ്ദേഹം നേടി. ചാമ്പ്യൻസ് ലീഗും ലീഗ് 1 കോപ്പ് ഡി ഫ്രാൻസും ട്രോഫി ഡെസ് ചാമ്പ്യൻസും യുവേഫ നേഷൻസ് ലീഗും സ്വന്തമാക്കിയവരുടെ കൂട്ടത്തിൽ വിറ്റീഞ്ഞയുമുണ്ട്. 5ാം സ്ഥാനത്താണ് കിലിയൻ എംബാപ്പെ. റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയിട്ടും തൻ്റെ ഗോളിൻ്റെ മികവിനൊട്ടും കുറവില്ലെന്ന് കൃത്യമായി തെളിയിച്ച കിലിയൻ എംബാപ്പെ. അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചു, യൂറോപ്യൻ ഗോൾഡൻ ഷൂ ലഭിച്ചു. 45 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയത്. യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു, ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിലും മുത്തമിട്ടു. 4ാം സ്ഥാനത്ത് മുഹമ്മദ് സലാഹ്, പ്രീമിയർ ലീഗ് വിന്നറാണ്. എന്തൊരു സീസണാണ്! കാരണം പല റെക്കോർഡുകളും അദ്ദേഹം തിരുത്തിക്കുറിച്ചൊരു സീസണാണ് കടന്നുപോയിരിക്കുന്നത്. ഒടുവിൽ അവിടെ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ എന്തൊരു ആവേശമായിരുന്നു ലിവർപൂളിൻ്റെ ആരാധകർക്ക്. സീസണിൽ പ്രീമിയർ ലീഗിൽ അവർ മുത്തമിട്ടു. 36 ഗോളുകളും 24 അസിസ്റ്റുകളുമാണ് ഈജിപ്ഷ്യൻ കിങ്ങിൻ്റെ വക. രണ്ടാമത് FC ബാഴ്സലോണയുടെ താരം റാഫീഞ്ഞയാണ്. ബാഴ്സയുടെ കുതിപ്പിൽ റാഫീഞ്ഞ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ 39 ഗോളുകളും 25 അസിസ്റ്റുകളും. ലലിഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ബാലൻ ഡ്യൂർ സാധ്യത അത്രയധികം ഉണ്ടോ എന്നതിൽ പലർക്കും സംശയമുണ്ട്. അതുകൊണ്ടാണ് 2ാം സ്ഥാനം 1ാം സ്ഥാനം ഒന്നും കൊടുക്കാത്തത്. 3ാമതാണ് റാഫീഞ്ഞ. 2ാമത് FC ബാഴ്സലോണയുടെ മറ്റൊരു താരം ലാമിൻ യമാൽ.
ബാഴ്സയ്ക്ക് വേണ്ടിയും മികച്ച പ്രകടനം നടത്തി. സാധാരണഗതിയിൽ സ്പെയിനിന് വേണ്ടിയും മികച്ച പ്രകടനം നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ഫിഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ അദ്ദേഹത്തിന് ആ മികവ് പുറത്തെടുക്കാൻ പറ്റിയില്ല പോർച്ചുഗലിനോട്. അത് പലരും പല വിമർശനങ്ങൾക്ക് പാത്രമാക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 17 വയസ്സേ ഉള്ളൂ പയ്യന്. അവൻ പൊളിച്ചടുക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബാലൻഡിയോർ പവർ റാങ്കിൽ അവൻ 2ാം സ്ഥാനത്ത് വരുന്നു. 21 ഗോളുകളും 26 അസിസ്റ്റുകളുമാണ് സീസണിലെ സമ്പാദ്യം. ലാലിഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും മുത്തമിട്ടു. ഒന്നാമതാരി എന്ന കാര്യത്തിൽ ഇപ്പോൾ അത്ര തർക്കമില്ല. അത് ഓസ്മാൻ ഡെംബലെയാണ്. നേഷൻസ് ലീഗിൽ ഫ്രാൻസ് 3ാമതിൽ എത്തിയുള്ളൂ, ശരിയാണ്. നേഷൻസ് ലീഗ് മാത്രമല്ല നോക്കുക, ചാമ്പ്യൻസ് ലീഗും ലീഗ് 1ഉം എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടുണ്ട്. സോ ഒസ്മാൻ ഡെംബലേക്കാണ് ഇപ്പോൾ 1ാം സ്ഥാനം കാണുന്നത്. ഈ 35 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1ൽ മുത്തമിട്ടു, കോപ്പ ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. അങ്ങനെ പൊള്ളിച്ചടുക്കിയ പ്രകടനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒസ്മാൻ ഡെംബലെയാണ് 1ാം സ്ഥാനത്ത്. അതാണ് നമ്മുടെ പവർ റാങ്കിങ്. വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. 1 ഒസ്മാൻ ഡെംബലെ, 2 ലാമിൻ യമാൽ, 3 റാഫീഞ്ഞ, 4 മുഹമ്മദ് സല, 5 കിലിൻ എംബാപ്പെ, 6 വിറ്റീഞ്ഞ, 7 ന്യൂനോ മെൻഡസ്, 8 ഡിസേർഡു, 9 കിച്ച കവാറത്സ്ഖേലിയ, 10 അഷ്റഫ് ഹക്കീമി, 11 പെഡ്രി, 12 ഹാരി കെയ്ൻ, 13 റോബർട്ട് ലെവൻഡോസ്കി, 14 ജിയാൻലൂക്കി ഡൊണാറുമ, 15 ജാവോ നെവസ്, 16 വിക്ടർ ഗ്യൂക്കറസ്, 17 വിനീഷ്യസ് ജൂനിയർ, 18 ജൂഡ് ബെല്ലിംഗാം, 19 ബ്രാഡ്ലി ബർക്കോള, 20 ഡെക്ലാൻ റൈസ്. ഇതാണ് ഏറ്റവും പുതിയ goal.com അവതരിപ്പിച്ച പവർ റാങ്കിങ്. നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.